സംസ്ഥാനത്ത് 22 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഇന്നും നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് വില 14,840 രൂപയായി. സ്വർണ്ണാഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവരിൽ ആശങ്കയുയർത്തുകയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം. ജനുവരി 29-ന് 1,31,160 രൂപയിലേക്ക് കുതിച്ച സ്വർണ്ണവില ഫെബ്രുവരി 2-ന് 1,07,920 രൂപയിലേക്ക് എത്തിയത് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് സ്വർണ്ണവില 2 ആഴ്ച കൊണ്ട് 11,000-ലധികം രൂപ വർദ്ധിച്ച് 1,18,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ കുതിപ്പ് തുടരുകയാണെങ്കിൽ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അധികം വൈകാതെ 1,30,000-ലേക്ക് വീണ്ടും കടക്കുമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. പവൻ വിലയിൽ ഇന്നും വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് വില 14,840 രൂപയായി. 1,18,720 രൂപയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് പവന് 1,120 രൂപ വർദ്ധിച്ച് 1,18,640 രൂപയായിരുന്നു. ഈ മാസത്തെ ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില തുടരുന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 12,190 രൂപയിലും 14 ക്യാരറ്റിന് ഗ്രാമിന് 10 രൂപ കൂടി 9,495 രൂപയിലും എത്തി. 9 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ 1 ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 6,120 രൂപയായി. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 285 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $5,180 എന്ന നിരക്കിലേക്ക് ഉയർന്നു. അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവും ആഗോള കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നതും വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി. അതേസമയം സ്വർണത്തിന്റെ വിപണി വിലയ്ക്കൊപ്പം ചുരുങ്ങിയത് 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിന്മേലും ഈടാക്കുന്ന 3% GST, ഹോൾമാർക്ക് ചാർജ് ഇനത്തിലുള്ള 45 രൂപ, ഇതിന്മേലുള്ള 18% GST എന്നിവയും ചേർത്ത് 1,34,000-ലധികം രൂപയെങ്കിലും നൽകിയാലേ ഒരു പവൻ ആഭരണമായി വാങ്ങാനാവൂ. ആഭരണത്തിന്റെ ഡിസൈനിലെ മാറ്റമനുസരിച്ച് പണിക്കൂലിയിലും മാറ്റമുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.